നിങ്ങൾ ലവ് മാരേജ് ആണോ? ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ചാറ്റ് ചെയ്യുന്നതിന് ഷൈ വേണ്ടല്ലോ. ചേച്ചി ആദ്യമായിട്ട് ചേട്ടനെ സ്ക്രീനിൽ കാണുന്നല്ലേ, ഇതില്ലേ ബിഗ് സ്ക്രീനില്? എങ്ങനെയുണ്ടായിരുന്നു ചേട്ടൻ? സെക്കൻഡ് ടൈം അതിന് മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അല്ലേ? ഇത് മെയിൻ റോൾ ചെയ്യുന്ന അഖിൽ NRDയുടെ വൈഫ് ഒളിച്ചോടി പോയി എന്നുള്ളൊരു വാർത്ത ഇപ്പൊ സോഷ്യൽ മീഡിയയിലെല്ലാം കിടന്ന് കറങ്ങുന്നുണ്ട്. ഞാൻ ആക്ച്വലി ട്രാവലിംഗ് ആണ്, സോ അതുകൊണ്ട് ക്ഷമിക്കണം, വീഡിയോ നല്ല രീതിയിൽ ഷേക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ഒരു ബസ് ഡ്രൈവറിന്റെ കൂടെ കണ്ട് ഓടിപ്പോയെന്നാണ് പറയുന്നത്. അപ്പം ഇവരുടെ പ്രൊഫൈലൊക്കെ എടുത്ത് വെച്ച് നോക്കുന്ന സമയത്ത് ലൈക്ക് ഒരു പ്രശ്നവും അവർ തമ്മിൽ ഒരു ഇഷ്യൂസും ഇല്ല. അവർ അടിപൊളിയായിട്ട് ഇരിക്കുന്നു, അവർ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, റീൽ എടുക്കുന്നു. എന്തിന് ഈ അഖിലിന്റെ റീസെന്റ് ഇറങ്ങിയ മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരുമിച്ച് പോകുന്നു. ആ പടം കണ്ടു കഴിഞ്ഞിട്ട് അതിന് അഭിപ്രായങ്ങൾ പറയുന്നു. അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്നിട്ട് എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഉള്ള കാര്യം പറയാമല്ലോ. അപ്പൊ നമ്മൾ അറിഞ്ഞേക്കുന്ന ഒരു സോഴ്സ് വെച്ചിട്ട് സംഭവം ജെന്യുവൻ ആണെന്നാണ് പറയുന്നത്. പുള്ളിക്കാരത്തി മറ്റൊരാളുടെ കൂടെ പോയി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് ഓക്കെ, അതൊക്കെ അവർ ആരുടെ കൂടെ പോയോ പോവാതിരിക്കുകയോ എന്തോ ചെയ്യട്ടെ. പക്ഷേ നമ്മുടെ നാട്ടില് നിയമങ്ങളുണ്ട്. അതായത് ഒരാളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്യാൻ പറ്റും, അല്ലെ? ഡിവോഴ്സ് ചെയ്ത് മാന്യമായിട്ട് നിങ്ങൾക്ക് വേർപിരിഞ്ഞിട്ട് നിങ്ങൾക്ക് പോവാം, നിങ്ങൾക്ക് സെപ്പറേറ്റഡ് ആവാം. അല്ലാതെ ഒരു ബന്ധം നിലനിർത്തി ലൈക്ക് നിലവിൽ ഒരു ബന്ധം ലീഗലി കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് പോകുന്നതിനകത്തോട്ട് എനിക്ക് യോജിപ്പില്ല. കാര്യം മറ്റൊരാളുടെ ലൈഫാണ് അവിടെ സ്പോയിലാവുന്നത്. ഞാൻ ഈ ഒരു വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആരെയും പേഴ്സണലി ഞാൻ വലുതായിട്ട് ഞാൻ കുറ്റം പറയുന്നില്ല. കാര്യം ഇത് വീണ്ടും നമ്മൾ വീഡിയോ ചെയ്യുമ്പം തന്നെ ഇത് കാണുമ്പം ഇതിനകത്ത് അഫക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി, പ്രത്യേകിച്ച് അഖിലിനെ പോലെയുള്ള, അഖിലിന് എന്തുമാത്രം മാനസിക ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നമുക്കത് അറിയാവുന്ന ഒരു കേസ് തന്നെയാണ്. പക്ഷെ ഇത് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം എല്ലാ രീതിയിലും നല്ല രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. ചർച്ചയാവുന്ന മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഇത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കുറെ കമന്റുകൾ അഖിലിന്റെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ FBയിൽ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ സൈഡിൽ ഒരു പോസ്റ്റ് ഒക്കെ കാണിച്ചു തരാം. മിനിഞ്ഞാന്ന് നൈറ്റ് 10:30 ആയപ്പോൾ പഠിക്കാനുണ്ടെന്നും പറഞ്ഞവൾ അഖില് കിടക്കാൻ പോയി. അവൾ ഒരു 4 പെട്ടി ബാഗും തുണിയും മണിയുമായിട്ട് ഒരു ബസ് ഡ്രൈവറിന്റെ കൂടെ ചാടി. ഇത് ജോൺ സ്നോ എന്നൊക്കെ പറയുന്ന ഏതോ ഒരു ഫേസ്ബുക്ക് പേജിൽ വന്നേക്കുന്നതാണ്. താഴോട്ട് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സംഭവം ഉള്ളതാണെന്നും പിന്നെ ഈ പറയുന്ന ഈ ഒളിച്ചോടി പോയി എന്ന് പറയുന്ന ഒരു ബസ് ഡ്രൈവർ എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ, പുള്ളി ആള് വെറും ഫ്രോഡാണെന്നും ഒക്കെയാണ് ഇപ്പം നിലവിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ലവ് മാരേജ് ആയിരുന്നു. കുറച്ച് നാളുകൾക്ക് മുന്നേ അഖില് തന്നെ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. നമുക്കത് കാണാം. ലവ് മാരേജ് ആണോ? ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ചാറ്റ് ചെയ്യുന്നതിന് ഷൈ വേണ്ടല്ലോ. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ വെച്ചാ മേഘനെ കണ്ടേ? അത് എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് വീട്. ഞങ്ങള് അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. എനിക്കൊന്ന് അവർ അച്ഛനെ കണ്ടുണ്ട്. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന ആളുടെ. അല്ല, മിണ്ടണെങ്കിൽ ആദ്യം എവിടെയാ കണ്ടേ? സോഷ്യൽ മീഡിയയില്. സോഷ്യൽ മീഡിയയിലായിരുന്നു ഇവർ രണ്ടുപേരും കണ്ടതും പരിചയമായതും ഇഷ്ടത്തിലായതുമല്ല. അതിനുശേഷമായിരുന്നു. അല്ലാതെ ഇത് അറേഞ്ച്ഡ് മാരേജോ കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു. പുള്ളിക്കാരൻ്റെ നാട്ടിൽ തന്നെ ഉള്ളതാണെന്നാണ് പറയുന്നത്. ഓക്കെ, അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച് കല്യാണം കഴിഞ്ഞ് സ്റ്റിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് ഓരോ വീഡിയോസും കാര്യങ്ങളും പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റിംഗ് തുടങ്ങി. ചാറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ഫോൺ വിളിച്ചു. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായത്. പക്ഷെ നല്ലത് പിന്നെ അവർക്ക് മനസ്സിലായി സംഭവം ഉണ്ടത്. അപ്പൊ രണ്ട് വീട്ടുകാർക്ക് ഓക്കെ ആയി. പിന്നെ അവർ സംസാരിച്ചു. അങ്ങനെ അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അവർ ഈ പറഞ്ഞോട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കൂടെ ധൈര്യശാലിയാ. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്. കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളൂ. അപ്പോ മേഘ ഇപ്പുറത്തെ സൈഡിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയില് എന്തെങ്കിലും കൊണ്ട് തന്നെ മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട്, അല്ലേ? ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ എനിക്കിപ്പോ തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ആവാൻ പറ്റും, അല്ലേ? ആവാൻ പറ്റുന്നത്. ഇവരുടെ കുറച്ച് നാളുകൾക്ക് മുന്നേ ഉള്ള ഒരു ഇന്റർവ്യൂ ആണ്. അതായത് അഖിലിന്റെ ഇന്റർവ്യൂ ആണ്. അഖിൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സിനകത്ത് കണ്ട് കൊടുത്തൊരു ഫൈറ്റാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ രഞ്ജീഷിന്റെ വൈഫ് ഇതണക്ക് ഒളിച്ചോടിപ്പോയി. രഞ്ജീഷ് അവസാനം സൂയിസൈഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. പ്രവാസിയുടെ ഭാര്യയായിരുന്നു ഷഹല എന്ന് പറയുന്നത്. ആ പെൺകുട്ടി ഒളിച്ചോടിപ്പോയി. ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറുവാണ്.
എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. കാര്യം ആണുങ്ങൾക്ക് വേണ്ടി പറയാനോ എടുക്കാനോ ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരുമില്ല. അത് മാത്രമല്ല, ഇതിനകത്ത് ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയോ കാര്യങ്ങളോ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മുടെ പേരിൽ കേസായിട്ട് വരും. അതായത് സ്ത്രീകൾക്ക് മാത്രം അനുകൂലമായിട്ടുള്ള നിയമമാണ് നമ്മുടെ നാട്ടിലുള്ളത്. നാളെ ഇപ്പം ഈ ഒരു കേസിൽ ഇപ്പം വേറെ ആർക്കെങ്കിലും ഇപ്പം എന്താ പറയണ്ടേ, ഇങ്ങനെ ഒരു കേസ് സംഭവിച്ചു, ഇപ്പം ഇതിൽ ഇനിയിപ്പം ആത്മഹത്യ, ഇപ്പം രഞ്ജീഷിന്റെ കേസ് തന്നെ, ആത്മഹത്യ ചെയ്താൽ പോലും നഷ്ടം ആർക്കാണ്? അവരുടെ ഫാമിലിക്കാണ്. ആ പെണ്ണ് പോയത് പോയി, അവള് സുഖമായിട്ട് വേറൊരുത്തൻ്റെ കൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കും. പക്ഷെ ഇവിടെ നഷ്ടങ്ങൾ മൊത്തം എപ്പോഴും ആണുങ്ങളാണ്. മെൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടണം കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആണുങ്ങളുടെ ലൈഫ് ഇവിടെ നല്ല രീതിയിൽ സ്പോയിലാവുന്നുണ്ട് പല കേസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. എന്തായാലും ഇതിൻ്റെ കൂടുതലായിട്ടുള്ള സംഭവങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. ഇനിയിപ്പം വരുന്ന ദിവസങ്ങളിലേ അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇവരുടെ ഒരു വീഡിയോ ഞാനിവിടെ കാണിക്കാം. പ്രൊമോഷൻ വീഡിയോ അല്ല, ഈ അഖിലിൻ്റെ പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ആ പടം ഓൾറെഡി ഇറങ്ങി, അത് അത്യാവശ്യം ഫ്ലോപ്പ് എന്നുള്ള രീതിയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും അഭിപ്രായം. ആ പടം കൊള്ളത്തില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് മാത്രമല്ല, അതിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇവനെ കളിയാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉള്ള കാര്യം പറയാമല്ലോ, ഈ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. സത്യം പറഞ്ഞ ഒരു ബിഗ് സ്ക്രീനിലൊക്കെ ഒരു ചാൻസ് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ പുറത്ത് വന്നിരുന്ന് കൊണയടിക്കാൻ ആൾക്കാരെ കൊണ്ട് പറ്റും. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ദൈവത്തെ ഓർത്ത് അവൻ്റെ കമൻറ്റ് ബോക്സിലൊന്നും പോയിട്ട് കളിയാക്കാനോ എടുക്കാനോ ഒന്നും നിൽക്കാതിരിക്കുക. കാര്യം നാളെ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഓരോരുത്തർക്ക് വരുമ്പോഴേ അതിൻ്റെ ആ ഒരു സങ്കടം എല്ലാവർക്കും മനസ്സിലാവത്തുള്ളൂ. ഇനി ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് റീസെൻ്റ് വന്നേക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിക്കാം. ചേച്ചി ആദ്യമായിട്ട് ചേട്ടനെ സ്ക്രീനിൽ കാണുന്നല്ലേ ഇതില്ലേ ബിഗ് സ്ക്രീനില്? എങ്ങനെയുണ്ടായിരുന്നു ചേട്ടൻ? സെക്കൻഡ് ടൈം അതിന് മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അല്ലേ ഇത് മെയിൻ റോൾ ചെയ്യുന്ന ഇത് തോന്നുന്നു ചേട്ടൻ എന്താ പറയുക, ആദ്യം ഇങ്ങനെ സിനിമ മെയിൻ ക്യാരക്ടറായിട്ട് ഒരു സിനിമ ഇറങ്ങിയേക്കാണെങ്കിൽ സന്തോഷം. ഞാൻ എല്ലാവരും പറയാം, സംഭവിച്ചത് ഇത് നമ്മളല്ല പറഞ്ഞു, ഞാൻ എത്ര പറഞ്ഞ കാര്യമില്ല, കാണുന്ന ആൾക്കാരല്ല പറയാം. നിങ്ങൾ പറഞ്ഞ എന്ത് ഫീൽ ചെയ്ത് കണ്ടിരുന്നു? ബഡ്ജറ്റിന്റെ നമ്മള് ചെറിയ ബഡ്ജറ്റ്, ചെറിയ പ്രൊഡക്ഷൻ ഹൗസ്, ചെറിയ ആർട്ടിസ്റ്റുകൾ, അപ്പൊ അതിന്റെയൊക്കെ ചെറിയൊരു കാണും. മാക്സിമം ഞങ്ങൾ നല്ലോണം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. കണ്ടോ, ഒരു കുഴപ്പവും ഇല്ലാതെയാണ് വന്നിരുന്ന് പെരുമാറുന്നത്. അതായത് എന്തുവാ, നല്ല പടമാണ്, അതാണ് ഇതാണെന്നൊക്കെയുള്ള രീതിയിൽ. ശരിക്കും എന്താ പറയണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, ഉള്ള കാര്യം പറയാമല്ലോ. അതായത് ഇത്രയും ഒരു കുഴപ്പവും ഇല്ലാതെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ എന്തിന് കാണിക്കണം? അത് എനിക്ക് മനസ്സിലാവാത്തത്. ശരിക്കും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പൊരുത്തപ്പെടാനായിട്ട് ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ലീഗലി ഡിവോഴ്സ് ചെയ്യാം. പക്ഷേ നിലവിൽ അഖിലിനെ പോലെ ഒരു പ്രൊഫൈല്, ഇത്രയും 10 പേരെ അറിയുന്ന ഒരു വ്യക്തി എന്തിനാണ് സത്യം പറഞ്ഞാൽ വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു സീൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്? വേറൊരാളുടെ കൂടെ ഒളിച്ചോടി പോകുന്ന എടുക്കുന്നത്. നിങ്ങൾ മാന്യമായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് നിങ്ങൾ ആരുടെ കൂടെ വേണമെങ്കിലും പൊക്കോ, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ലൈഫല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അവൻ ശരിക്കും പറഞ്ഞ് എന്ത് തെറ്റാ ചെയ്തത്? അവൻ ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് അവൻ രാത്രിയാകുന്നു, ഉറങ്ങാൻ പോയി കിടക്കുന്നു, അവൾക്ക് ആ പെണ്ണിനെ കണ്ട് പഠിക്കാനെങ്ങാണ്ടുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം ഈ പെൺകുട്ടി കണ്ട് ഇറങ്ങി അങ്ങോട്ട് പോകുന്നു. രാവിലെ നോക്കാത്ത ആളെ കാണുന്നില്ല. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലങ്ങോട്ട് പിന്നെ കേസ് കൊടുക്കുന്ന സമയത്ത് അങ്ങോട്ട് വിളിപ്പിച്ചെന്ന് എടുത്തു, അങ്ങനെ കുറേ സീൻസൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും ഞാൻ കൂടുതലായിട്ട് വേറെ ഒന്നും പറയുന്നില്ല. ഈ ഒരു വിഷയം അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ തോന്നി, അങ്ങനെ ഞാൻ വീഡിയോ ചെയ്തതാണ്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും.